Hello. Voice okay, right? Voice okay, right? Okay. So, എൻ്റെ പേര് ആദ്യം ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള കുറേ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മോർ ഓഫ് ഒഫൻസീവ് ടെക്നിക്സ് ആണ്, ലൈക്ക് കോഡ് സ്കാനിങ്, എൻ മാപ്പ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഓരോ ഒഫൻസീവ് സൈഡിനും എന്തായാലും അതിൻ്റെതായ ഡിഫെൻസീവും ആവശ്യമുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ സെഷൻ, അതായത് ഐഡിയസ് അല്ലെങ്കിൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. ഐഡിയസ് സിംപ്ലി പറഞ്ഞാൽ ഒരു ഈ അറ്റാക്സ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാനും അത് പ്രഡിക്റ്റ് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻസ് തരുന്ന ഒരു സിസ്റ്റമാണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. സോ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളായി പറയുമ്പോൾ ഒരു ബാങ്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു CCTV എന്ന് പറയുന്നത് ഒരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ലൈക്ക് ഒരു ഫയർവാൾ ആൻഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫയർവാളിന്റെ മെയിൻ ജോബ് എന്താണെന്ന് പറഞ്ഞാൽ അതിനെ വെരിഫൈ ചെയ്ത് എൻട്രി കൊടുക്കുക, അത്രയും ഉണ്ടാവും. പക്ഷെ അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാലും അതൊരു മലീഷ്യസ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ എന്നുള്ള മോണിറ്റർ ചെയ്യേണ്ടത് ഒരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആണ്. സോ ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഏർലി വാർണിംഗ് സിസ്റ്റം ഫോർ പൊട്ടൻഷ്യൽ സൈബർ ത്രെറ്റ്സ് ആൻഡ് ഓൾസോ പ്രൊവൈഡ്സ് അലേർട്സ് ആൻഡ് ലോഗ്സ് ഫോർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേറ്റേഴ്സ്. സോ ഇതാണ് ഒരു ഇൻട്രൂഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. So why we need IDS? IDS provides a real-time monitoring of network and system activities, detects cyber attacks, malware and policy violations. So ഒരു നെറ്റ്വർക്കിൽ ഉണ്ടാവുന്ന ഓരോ malicious ആക്ടിവിറ്റിയും അതിനെ ഡിറ്റക്ട് ചെയ്യാനും, സോ എത്ര വേഗം നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു ത്രെറ്റിന്റെ എഫക്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും. സോ IDS is most helpful in certain conditions and also support incident response with detailed logs and alerts. So പ്രിവെന്റിങ് ഒരു അറ്റാക്ക് പ്രിവെന്റ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ഒരു അറ്റാക്ക് നടത്താൽ അതിന് ഒരു ബാക്കപ്പ് ഉണ്ടാവുന്നത്. സോ അതിനൊരു ഐഡിയസ് മോസ്റ്റ്ലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. സോ അതിന്റെ ഒരു സ്ട്രക്ചർ വരുമ്പോൾ വി ഹാവ് ആൻ ഇന്റർനെറ്റ് ആൻഡ് ഇന്റർനെറ്റ് ഈസ് പ്രോബബ്ലി കണക്റ്റഡ് ടു എ റൂട്ടർ ആൻഡ് റൂട്ടർ ആസ് എ ഫയർവാൾ. സോ ഒരു ഫയർവാൾ അതിനെ ഓതറൈസ് ചെയ്ത് അതിന്റെ ലീഗൽ ആണോ എന്ന് വെരിഫൈ ചെയ്ത് അതിനെ എൻട്രി കൊടുക്കും. പിന്നെയാണ് IDSന്റെ പൊസിഷൻ വരുന്നത്. IDS കീപ്സ് എ കണ്ടിന്യൂസ് മോണിറ്ററിങ്. ഇപ്പോ ഒരു എക്സാമ്പിൾ ആയി പറഞ്ഞാൽ ഇപ്പൊ ഒരു കമ്പനി ആവട്ടെ, ആ കമ്പനിയിൽ ചിലപ്പം ആ കമ്പനിയിലെ ഒരു എംപ്ലോയി തന്നെ ആ കമ്പനിക്ക് ഒരു ത്രെറ്റ് ആക്ടിവിറ്റി ചെയ്യാം. സോ ഇപ്പോ ഒരു എക്സാമ്പിൾ ആയി പറഞ്ഞാൽ ഇപ്പം സാധാരണ വർക്കിംഗ് അവേഴ്സിൽ 9 to 5 ആ എംപ്ലോയി ലോഗിൻ ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ത്രെറ്റ്, അതൊരു കോമൺ ആയിട്ടുള്ള സംഭവമായിരിക്കും. പക്ഷെ if he is logging after 10 p.m. or like 1 p.m. or 2 a.m. So it's not a usual activity. So IDS keeps monitoring, and if he tries to log in after the working hours, IDS raises a notification. So after firewall, there is an IDS and also the components of that network. So intrusion detection systems can be of two types, can be network-based IDS or host-based IDS. നെറ്റ്വർക്ക് ബേസ്ഡ് ഐഡിയസ് എന്ന് പറയുമ്പോൾ ഒരു നെറ്റ്വർക്കിലുള്ള ഡിവൈസസിനെ മൊത്തം മോണിറ്റർ ചെയ്യുന്ന ഒരു ഐഡിയസ് ആയിരിക്കും നെറ്റ്വർക്ക് ബേസ്ഡ് ഐഡിയസ്. ഹോസ്റ്റ് ബേസ്ഡ് ഐഡിയസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ സിസ്റ്റത്തിനെ മോണിറ്റർ ചെയ്യാനാണ് ഹോസ്റ്റ് ബേസ്ഡ് ഐഡിയസ്. സോ
NIDS, which is network-based, monitors network traffic in real time, and also the host-based on individual systems അല്ലെങ്കിൽ servers. ഈ NIDS detects suspicious patterns. Like റീസെന്റ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ Nmap വെച്ച് പോർട്ട് സ്കാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഒരാളുടെ പോർട്ട് നമ്മളൊരു അയാളുടെ പെർമിഷൻ ഇല്ലാതെ സ്കാൻ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എത്തിക്കൽ. സോ IDS can be helpful for notifying the user about these kinds of attacks. Also monitor system log files integrity and local activity. ഒരു ഹോസ്റ്റ് IDS ആണെങ്കിൽ അതിലെ ഫയൽ ഇന്റഗ്രിറ്റി ആൻഡ് ലോക്കൽ ആക്ടിവിറ്റീസിനൊക്കെ മാലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വന്നാൽ അതൊരു നോട്ടിഫിക്കേഷൻ ജനറേറ്റ് ചെയ്യും. സോ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആസ് നോട്ട് ആൻഡ് സുരിഗാറ്റ ഇസ് എൻ example for NIDS, and also Tripwire and OSEC is host-based IDS. സോ ഈ IDS എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അതിനൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടും പ്രീസെറ്റ് ആയിട്ടും കുറെ റൂൾസ് ഉണ്ടാവും. സോ ആ റൂൾസ് വെച്ചിട്ടായിരിക്കും ഈ IDS വർക്ക് ചെയ്യുന്നത്. ആ റൂൾസ് എല്ലാം നമ്മളിപ്പം പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ കാണും. സോ ജസ്റ്റ് റിമൈൻഡ് there are some rules. റൂൾസിന് ഒരു എക്സാമ്പിൾ ആണ് ഇത് ഇവിടെ തന്നിട്ടില്ല. ഇപ്പം ഈ അലർട്ട് TCP എനി എന്ന് പറയുന്ന ഈ ഒരു സിംഗിൾ ലൈൻ ഒരു റൂൾ ആയിട്ട് നമുക്ക് കാണാം. ഇതിപ്പോ പറയുന്നത് എന്താ വെച്ചാൽ ഒരു TCP അറ്റാക്കിന്റെ ഒരു റൂളാണ്. സോ ഇങ്ങനെ ഒരു റൂൾ ട്രിഗർ ചെയ്യുമ്പോൾ അതിലേക്കൊരു IDS ഒരു നോട്ടിഫിക്കേഷൻ ജനറേറ്റ് ചെയ്യും. സോ ആ ഒരു അലർട്ട് വരുമ്പോൾ നമുക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ഷൻസ് ടേക്ക് ചെയ്യാം. സോ ഈ IDS എന്തിനാണ് ഈ IDS എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം റിയൽ ടൈം ത്രെറ്റ് ഡിറ്റക്ഷൻ ചെയ്യാം. ഓട്ടോമേറ്റഡ് ആയിട്ട് ആ ത്രെറ്റ് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് അതിന് അനുസരിച്ച് ഒരു അലേർട്സ് കൊടുക്കാം. ഓൾസോ സെക്യൂരിറ്റി ഓഡിറ്റ്സ് നടത്താൻ പറ്റും. സോ ദിസ് ഈസ് വാട്ട് ആൻ IDS യൂഷ്വലി ഡസ് ഫോർ. അപ്പൊ ഇത് കുറച്ച് ഇലാബറേറ്റ് ആയി പറഞ്ഞാൽ IDS ഈസ് ലൈക്ക് എ CCTV. അതായത് ഇപ്പം ഒരാള് ബാങ്കിനുള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ അയാൾ എന്താണ് ആ ബാങ്കിനുള്ളിൽ ചെയ്യുന്നത് എന്ന് മോണിറ്റർ ചെയ്യുന്നത് ഒരു CCTV ആയിരിക്കും. അയാളെ ബാങ്കിലേക്ക് കടത്തി വിടുന്നത് ഒരു സെക്യൂരിറ്റിയും. സോ സെക്യൂരിറ്റി ഈസ് എ ഫയർവാൾ ആൻഡ് ദ CCTV ഈസ് എ IDS. സോ if he takes a gun inside the bank, the alarm goes off. Same like the IDS. So thank you. This is the IDS. I think you got the basic idea. So further ഇതിന് anomalies ഉണ്ട് and signature rules ഒക്കെ ഉണ്ട്. So അത് explain ചെയ്യാൻ വേണ്ടിയിട്ട് I am handing over to Shamil. ഹലോ, വോയിസ് ക്ലിയർ ആണ്? ഓക്കെ ഓക്കെ. എൻ്റെ പേര് ഷാമിൽ. ഞാൻ 4th ഇയർ ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് IDS എന്താ അതിൻ്റെ ഒരു അത്യാവശ്യം ഒരു ഓവർവ്യൂ തന്നു. അപ്പം നമുക്ക് ഈ IDS തന്നെ നമുക്ക് 2 രീതിയിലുണ്ട്. റൂൾ ബേസ്ഡ് IDS ഉണ്ട്, അനോമലി ബേസ്ഡ് IDS. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ IDS ഒന്നുകൂടി ഞാൻ പറയാം. IDS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ നെറ്റ്വർക്കിന് സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കുന്ന ഒരു സംഭവം IDS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് IDS ആക്ട് ആസ് എ സെക്യൂരിറ്റി ഗാർഡ് ഫോർ യുവർ നെറ്റ്വർക്ക്, continuously monitoring traffic and alerting administrators when suspicious activities detected. അല്ലേ, ഇപ്പൊ നമ്മളെ അത് സ്മൂത്ത് ആയിട്ട് പോകുന്നൊരു കണ്ടീഷന്, ആ സ്മൂത്ത് ആയിട്ട് പോകുന്നൊരു കണ്ടീഷനിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നായിട്ട് സഡൻലി സംഭവിക്കുന്ന എന്തെങ്കിലും
എന്തെങ്കിലും സംഭവിച്ചു മീൻസ് നമ്മുടെ നെറ്റ്വർക്കിൽ മീൻസ് നമ്മൾ കുറച്ച് പേര് ഇപ്പം ലൈക്ക് നമ്മളൊരു വൈഫൈ ഉണ്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന വൈഫൈ. ഓക്കെ, അപ്പൊ ഈ വൈഫൈക്ക് നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിന് മാത്രമേ ഇതിന് ആക്സസ് ഉള്ളൂ. പക്ഷെ പുറത്തൊരാളത് എന്താണ് ഹാക്ക് ചെയ്തതിൽ കയറി മീൻസ് നെറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സഡൻലി സംഭവിക്കുന്ന സസ്പിഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതാണ് ഈ ഐഡിയസ് കൊണ്ട് നമ്മൾ അപ്പൊ അങ്ങനത്തെ ആക്ടിവിറ്റീസിനെ നമ്മൾ മോണിറ്ററിങ് ചെയ്യാം. ഓക്കെ, അതിനെ മോണിറ്ററിങ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, അതിനൊരു സെക്യൂരിറ്റി ഗാർഡ് ആയിട്ട് നിൽക്കുക. സോ അതാണ് ഈ ഐഡിയസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മോണിറ്ററിങ് അതുപോലെ തന്നെ എന്താ പറയാ ഈ ഒരു ഗാർഡിങ്, ഈ സെക്യൂരിറ്റി ഗാർഡിങ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂൾ ബേസ്ഡ് ഐഡിയസ് ഉണ്ട്, അനോമലി ബേസ്ഡ് ഐഡിയസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റൂൾ ബേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നെറ്റ്വർക്കിന് അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടാവുന്ന കുറച്ച് മാൽവെയറുകളും അതുപോലെ തന്നെ ഓൾറെഡി സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം, ഇന്ന കാര്യങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ ഓൾറെഡി നമ്മളടുത്ത് ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു പക്ഷെ അങ്ങനെ ഒരു ത്രെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഒരു പാറ്റേൺ വെച്ച് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ അതിന്റെ ഇൻഫർമേഷൻ എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സഡൻലി എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് റൂൾ ബേസ്ഡ് അല്ലെങ്കിൽ സിഗ്നേച്ചർ ബേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ കുറച്ച് എന്തിട്ടുണ്ടാവും, പ്രീ ഡിഫൈൻഡ് ആയത് വെച്ചിട്ടുണ്ടാവും. കുറച്ച് ഇഷ്യൂസ് എല്ലാം വരാൻ പോകുന്ന ഇഷ്യൂസ് നമ്മൾ ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ആ പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നു. സോ അതാണ് റൂൾ ബേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അനോമലി ഒരിക്കലും അങ്ങനെയല്ല, തികച്ചും വ്യത്യസ്തമായിട്ടായിരിക്കും അനോമലി ഉണ്ടാവുക. എന്ന് വെച്ചാൽ സഡൻലി എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു ഇഷ്യൂ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല. സോ അങ്ങനത്തെ സഡൻലി സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനോമലി ബേസ്ഡ് ഐഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ റൂൾ ബേസ്ഡ് എന്താണ്, നമ്മൾ ഓൾറെഡി ആ പ്രശ്നങ്ങൾ ഇപ്പൊ റൂൾ ബേസ്ഡ് അണ്ടറിൽ വരുന്ന ഇപ്പൊ ലൈക്ക് എന്തെങ്കിലും ഒരു മാൽവെയർ, ആ മാൽവെയർ നമുക്ക് അറിയായിരുന്നു ഓക്കെ വരാൻ ചാൻസ് ഉണ്ട്, നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഇത് എന്ത് ടൈപ്പ് സാധനമാണെന്നുള്ളത്. സോ അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. പക്ഷെ അനോമലി ബേസ്ഡിൽ അങ്ങനെയല്ല. അനോമലി ബേസ്ഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലേ, സഡൻലി വേറെ എന്തോ ടൈപ്പ് ഓഫ് ബിഹേവിയർ അതിന് വരുന്നു. സോ നമുക്കത് എന്താന്ന് പോലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അതിനെ മനസ്സിലാക്കിയെടുക്കാൻ കുറെ ടൈം എടുക്കും. അപ്പൊ അതിന്റെ ആക്ഷൻസ് എല്ലാം എടുക്കാൻ നമുക്ക് ഒത്തിരി സമയം എടുക്കും. സോ എനിക്ക് തോന്നുന്നു റൂൾ ബേസ്ഡ് ഐഡിയസ് എന്താണ്, അനോമലി ബേസ്ഡ് ഐഡിയസ് എന്താണെന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ഇതിലിപ്പോ റൂൾ ബേസ്ഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാച്ചസ് നോൺ അറ്റാക്സ് ബൈ മാച്ചിങ് അഗെയിൻസ്റ്റ് പ്രീ ഡിഫൈൻഡ് സിഗ്നേച്ചേഴ്സ് ആൻഡ് പാറ്റേൺസ്. ഓക്കെ, സിഗ്നേച്ചർ ബേസ്ഡ് എന്ന് പറയാം റൂൾ ബേസ്ഡ് ഐഡിയസിന്. അതുപോലെ തന്നെ അനോമലി ബേസ്ഡ് ഐഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഹേവിയറൽ അനാലിസിസ് എന്നാണ് അതിന് വിളിക്കുക. catches new or unusual attacks by identifying deviation from normal behavior. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷനിൽ സഡൻലി സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു ഡീവിയേഷൻ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ഡീവിയേഷൻസ്. പക്ഷെ പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ഡീവിയേഷൻസ് എന്തായിരിക്കും, അത് റൂൾ ബേസ്ഡ് ഐഡിയസ് ആയിരിക്കും. പക്ഷെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ എന്തായിരിക്കും, അത് അനോമലി ബേസ്ഡ് ഐഡിയസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലാദ്യം നമുക്ക് റൂൾ ബേസ്ഡ് ഐഡിയസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ റൂൾ ബേസ്ഡ് ഐഡിയസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇമെയിൽ ഉള്ളതാണ്, നമുക്ക് എല്ലാവർക്കും ഇമെയിൽ വരാറുണ്ട്, ഇമെയിൽ നമുക്ക് അങ്ങോട്ട് അയക്കാറുണ്ട്, അങ്ങനെ കുറേ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്പാം ഫോൾഡർ എന്നുള്ളൊരു സംഭവം അറിയാം അല്ലെ. നമ്മൾ ഈ സ്പാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇമെയിൽ കിട്ടാറുണ്ട്. ചില മെയിൽസ് എല്ലാം നമുക്ക് വരുമ്പോൾ എല്ലാവരും പറയും സ്പാമിൽ കൂടെ ചെക്ക് ചെയ്ത് നോക്ക്, അതിലായിരിക്കും ചിലപ്പോൾ നമ്മൾ മെയിൽ വന്ന് കിടപ്പുള്ളത് എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഈ സ്പാമിലോട്ട് എന്ത് ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത്, അതൊക്കെ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പം അതാണ് ആ റൂൾ ബേസ്ഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതിനിപ്പോ നമ്മളെ ഇമെയിലിൽ എന്തെങ്കിലും ഇപ്പൊ ലൈക്ക് ലോട്ടറി അല്ലെങ്കിൽ ക്ലിക്ക് ഹിയർ അല്ലെങ്കിൽ ഫ്രീ മണി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള കീവേഡ്സ് നമുക്ക് വരുന്ന മെയിലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങനത്തെ കീവേഡ്സ് ഉള്ള സാധനങ്ങൾ മാത്രം സ്പാം ഫോൾഡറിലോട്ട് പോകണം എന്നുള്ള ഒരു റൂൾ ഓൾറെഡി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. സോ നമുക്ക് വരുന്ന മെയിലിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മള് ഇനി കീവേഡുകൾ വെച്ചിട്ട് ഓക്കെ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. മീൻസ് ലോട്ടറി ലൈക്ക് ക്ലിക്ക് ഹിയർ ഫ്രീ മണി അങ്ങനത്തെ കുറച്ച് എന്തെങ്കിലും, അപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും റൂൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ, ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, അത് സ്പാം ഫോൾഡറിലോട്ട് പോകും. ഓക്കെ,
അപ്പൊ അതാണ് നമുക്ക് ഒരു റൂൾ ബേസ്ഡ് ഇത് നമുക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാല്. അതായത് ഇപ്പൊ നമുക്ക് ആസ് പാർട്ട് ഓഫ് സൈബർ സെക്യൂരിറ്റി അപ്ലിക്കേഷനിൽ വരുവാണെന്നുണ്ടെങ്കിൽ റൂൾ ബേസ്ഡ് ഐഡിയ സ്റ്റോർ സിഗ്നേച്ചർ ഓഫ് നോൺ സെക്ടൻസ്. എക്സാമ്പിൾ, ഇഫ് നെറ്റ്വർക്ക് പാക്കറ്റ് മാച്ചസ് വൈറസ് പാറ്റേൺ എക്സ് എന്നുള്ളൊരു എന്താ പറയാ എന്തെങ്കിലും ഒരു വൈറസ് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി വൈറസ് നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ ആ ഒരു എക്സ് എന്നുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോ അങ്ങനെ വരുന്ന ഒരു വൈറസ് ഈ നമ്മുടെ പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആ ഒരു പാറ്റേണിനായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും, ഒരു അലേർട്ട് റൈസ് ചെയ്യും. ഓക്കെ, അപ്പം ലൈക്ക് കാച്ചിങ് ക്രിമിനൽസ് യൂസിങ് ഫിംഗർ പ്രിന്റ്സ് ബട്ട് വുഡ് നോട്ട് ക്യാച്ച് ന്യൂ അറ്റാക്ക് മെത്തേഡ്സ്. ഓക്കെ, അപ്പം അങ്ങനെ അതാണ് നമ്മൾ ഓൾറെഡി ഉള്ള എന്തെങ്കിലും, അതായത് നമുക്കിപ്പോ ആ ഇമെയിലിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് കീവേഡ്സ് ഓൾറെഡി പ്രീഡിഫൈൻഡ് ആയിരിക്കും. അപ്പൊ ആ കീവേഡ്സ് വെച്ചിട്ട് അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് സ്പാം ഫോൾഡറിലോട്ട് പോകുന്ന പോലെ തന്നെ നമ്മുടെ സൈബർ സെക്യൂരിറ്റി അപ്ലിക്കേഷനിൽ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ വരാവുന്ന കുറച്ച് വൈറസസുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ആ വൈറസസ് മീൻസ് അങ്ങനത്തെ സാധനങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിനെ കൊണ്ട്, അല്ലെങ്കിൽ വൈറസിനെ കുറച്ച് പാറ്റേൺസ് നമ്മുടെ അടുത്ത് ഉണ്ടാവും. സോ ആ വരുന്ന പാറ്റേണിന് നമ്മൾ പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഒരു അലേർട്ട് കൊടുക്കും. ഇനിയും ഒരു എന്താ പറയാ ഒരു അന്യമായിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ എന്താ പറയാ ഒരു അത് വന്നിട്ടുണ്ട്, ഈ ഇന്ന പാറ്റേണിലുള്ള ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അതിന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, നമുക്ക് അതിന് ആക്ഷൻസ് എല്ലാം പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് നമുക്ക് റൂൾ ബേസ്ഡ് ഐഡിയസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അനോമലി ബേസ്ഡ് ഐഡിയസ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ഞാൻ എന്താണ് അനോമലി എന്നുള്ളൊരു കാര്യം പറയാം. അപ്പോൾ അനോമലീസ് ഒരു പക്ഷേ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അനോമലീസ് കേട്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ അനോമലി എന്നുള്ളൊരു വേർഡിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. അപ്പോൾ എന്താണ് അനോമലീസ് അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻ അനോമലി ഈസ് എനിത്തിങ് ദാറ്റ് ഡീവിയേറ്റ്സ് ഫ്രം നോർമൽ ബിഹേവിയർ. അല്ലെ, നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് അങ്ങ് വരുന്നുണ്ട് ഇതില്ലേ, നമ്മളൊരു അറ്റൻഷൻ കൊടുക്കുക അതിന്. അപ്പം നമ്മൾ സൈബർ സെക്യൂരിറ്റി ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ സൈബർ സെക്യൂരിറ്റി അനോമലീസ് ഓഫൻ സിഗ്നൽ പൊട്ടൻഷ്യൽ ത്രെഡ്സ്, സിസ്റ്റം കോംപ്രമൈസസ് ഓർ അൺയൂഷ്വൽ യൂസർ ആക്ടിവിറ്റി ദാറ്റ് റിക്വയർ ഇൻവെസ്റ്റിഗേഷൻസ്. ഓക്കെ, ഞാൻ അതിലോട്ടൊന്നും കൂടെ വരാം. അതിന് മുന്നേ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾ തന്നെ പറഞ്ഞിട്ട് പറഞ്ഞുതരാം എന്താ അനോമലി എന്നുള്ളത്. അപ്പൊ അനോമലി നമ്മളിപ്പം നമ്മുടെ ലൈബ്രറിനെ കുറിച്ച് ആലോചിക്കാം. നമുക്ക് കോളേജ് ലൈബ്രറി ഉണ്ട്, എത്ര ആൾക്കാർ കോളേജ് ലൈബ്രറി ബുക്ക് എടുക്കലുണ്ട് എന്നൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് ഒരു നോർമൽ കണ്ടീഷൻ വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഒരു സാധാരണ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടിപ്പിക്കലി ബോറോ 1 or 2 ബുക്സ് വീക്കിലി, അല്ലെ, ആഴ്ചയിൽ ഒരു 1 or 2 ബുക്സ് ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നത്. പക്ഷെ സഡൻലി ഒരു കുട്ടി വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു 50 ബുക്ക് അറ്റ് എ ടൈം ഇൻസ്റ്റെഡ് ഓഫ് 1 or 2 ബുക്സ്, ആ 1 or 2 ബുക്സ് എടുക്കുന്നതിന് പകരം ഒരു 50 ബുക്സ് എന്ത് ചെയ്യുന്നത് അറ്റ് എ ടൈം എടുക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്യും, അല്ലെ, അതൊരു വല്ലാത്തൊരു കണ്ടീഷൻ ആയി പോയില്ലേ. അത് 1 or 2 ബുക്സ് ആണ് നോർമലി സ്റ്റുഡൻസ് എല്ലാം എടുത്തു വരിക. പക്ഷെ ഒരു കുട്ടി വന്നിട്ട് പെട്ടെന്ന് ഒരു 50 ബുക്ക് ഒറ്റയെടുക്കാൻ എടുത്തിട്ട് പോയി. സോ അതെന്താണ്, നമ്മളെ ഒരു നോർമൽ കണ്ടീഷനെ, അല്ലെ, ആ ഒരു നോർമലായിട്ട് ഫ്ലോയിൽ പോകുന്ന ആ ഒരു കണ്ടീഷനെ എന്ത് ചെയ്യുന്നു, അതൊരു എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അതിലൊരു ചേഞ്ചസ് വരുത്തിയില്ലേ. സോ അതാണ് ശരിക്കും പറഞ്ഞാൽ അനോമലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നോർമലായിട്ട് പോകുന്ന ആ ഒരു കണ്ടീഷനിൽ നിന്ന് സഡൻലി വരുന്നൊരു ചേഞ്ചസ്, അല്ലെ, നമ്മളെല്ലാവരും നമ്മളെല്ലാം ശ്രദ്ധിക്കപ്പെടൂലേ ആ ഒരു സിറ്റുവേഷനെ. കാരണം നോർമലി വരുന്നത് ഒരു 1 or 2 ബുക്ക് എടുക്കുന്ന ഒരു കേസാണ്. പക്ഷെ ആ സ്ഥാനത്ത് എന്താണ് ഒരു 50 ബുക്ക് എടുത്തിട്ട് പോകുന്ന ഒരു കുട്ടിനെ കണ്ടാൽ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കപ്പെടും. സോ അതാണ് ഒരു അനോമലി. അങ്ങനെ ആ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുക, അല്ലെ, അങ്ങനത്തതാണ് നമ്മൾ അനോമലി ബേസ്ഡ് ഡിറ്റക്ഷനിൽ വരുന്നത്, അല്ലെ. പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കറിയില്ല ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയി, അല്ലെങ്കിൽ ആ കുട്ടി എന്തിനാ 50 ബുക്ക് പെട്ടെന്ന് എടുത്തു പോയി, നമ്മൾ ചിന്തിച്ചു പോയില്ലേ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് സൈബർ സെക്യൂരിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിൽ വരുന്ന സഡൻ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് ശരിക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല, അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു പോയി. അങ്ങനത്തേതാണ് ഈ ഒരു അനോമലി ബേസ്ഡ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമുക്ക് ഇനി അനോമലി ബേസ്ഡ് ഡിറ്റക്ഷനിലോട്ട് ഒന്നുകൂടെ കടക്കാം. അപ്പൊ അനോമലിനെ കുറിച്ച് അത്രേ പറയാനുള്ളൂ, കൂടുതൽ പറയാനൊന്നുമില്ല. ഞാൻ നേരെ അങ്ങനെ കടക്കാം. ഓക്കെ, അനോമലി ബേസ്ഡ് ഐഡിയസ് ഇൻ ആക്ഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ അങ്ങ് പറയാം. ഇപ്പൊ നമ്മള് ഇപ്പൊ ലൈക്ക് നമ്മളെ കോളേജിലൊന്നും ഇങ്ങനെ ഇല്ല. നമ്മൾ കോളേജ് ഗേറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ചിലപ്പം എന്ത് ചെയ്യും, നമുക്ക് നമ്മൾ ID കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് കയറുന്ന അങ്ങനത്തെ കുറെ കോളേജസ് എല്ലാം ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കോളേജ് ഇമാജിൻ ചെയ്യാം. അപ്പൊ നോർമൽ ആയിട്ട് പാറ്റേണിൽ നമ്മളൊരു 9 മണിക്കും 10 മണിക്കും ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ട്, അത് സ്വൈപ്പ് ചെയ്തിട്ട് മെയിൻ ഗേറ്റ് കടന്ന് നമ്മൾ കോളേജിലോട്ട് കടക്കാറുണ്ട്. പക്ഷെ സഡൻലി എന്താണ്,
നമ്മളൊരു ഒരു ദിവസം നമ്മൾ ID സ്വൈപ്പ് ചെയ്ത് 2 AM സാധാരണ ആ സെക്യൂരിറ്റി ശ്രദ്ധിക്കുന്നുണ്ട് എന്ത് 9-നും 10-നും ഇടയ്ക്ക് ഈ കുട്ടികളെല്ലാം വന്ന് സ്വൈപ്പ് ചെയ്ത് കയറുന്നുണ്ട്. പക്ഷെ സഡൻലി നമ്മൾ എന്ത് ചെയ്യുന്നത് 2 മണിക്ക് മീൻസ് ഒരു എന്താ പറയാ രാത്രി 2 AM ഒക്കെ കണ്ടോ മീൻസ് ആ ഒരു ടൈമിലൊന്നും നമ്മൾ ഒരിക്കലും കോളേജിലോട്ട് വരേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കയറേണ്ട ആവശ്യം. അപ്പൊ അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു 2 AM വന്നിട്ട് നമ്മളെ സെയിം ID ഒന്ന് സ്വൈപ്പ് ചെയ്യും. അപ്പൊ സെക്യൂരിറ്റി ശ്രദ്ധിക്കപ്പെടും എന്തിനപ്പോ ഇങ്ങനെ വന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാനാണ് നോർമലി പോകുന്ന ഒരു സിറ്റുവേഷന് ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വേറെ സിറ്റുവേഷൻ ഇങ്ങനെ രാത്രി വന്നൊക്കെ എന്തിനിപ്പോ ഇങ്ങനെ ഒരു സ്വൈപ്പിംഗ് നടത്തണം അല്ലെങ്കിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പൊ അത് ശ്രദ്ധിക്കപ്പെടും. സോ അതാണ് ആ ഒരു ഇത് നമ്മൾ അതിനെ ശ്രദ്ധിക്കും അതിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും അതൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കും. പിന്നെ അതിനെ കുറിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യും. അപ്പം നമ്മൾ ഇതൊന്നും ഒരിക്കലും ഓൾറെഡി ഒരു സെക്യൂരിറ്റിക്കോ അല്ലെങ്കിൽ എന്താ ഗേറ്റിൽ നിൽക്കുന്ന ഏതൊരു ആൾക്കാർക്കും അറിയില്ല ഇങ്ങനെ 2 മണിക്കെല്ലാം വരുന്നുള്ള. ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചതോ ഒന്നുമല്ല. അതാണ് ഇത് റൂൾ ബേസ്ഡ് അല്ല അല്ലെങ്കിൽ സിഗ്നേച്ചർ ബേസ്ഡ് അല്ല എന്ന് പറയുന്നത്. പെട്ടെന്ന് ഉണ്ടാകുന്ന സിറ്റുവേഷൻ അത് ഒരിക്കലും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നതല്ല അല്ലെങ്കിൽ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ചെയ്ത് വെച്ചതല്ല. അപ്പൊ ഇത് സഡൻലി സംഭവിക്കുന്നതാണ്. അപ്പം ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക അനോമലി ബേസ്ഡ് IDS ഡിറ്റക്ഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി ഇൻ ടേംസ് ഓഫ് സൈബർ സെക്യൂരിറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ലൈക്ക് എന്താ പറയാ ഇപ്പൊ ഒരു ഇപ്പം നമ്മള് എന്താ പറയാ നമ്മള് ഇപ്പൊ IT കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പം നമ്മൾ സാധാരണ എന്ത് ചെയ്യും അവിടുത്തെ നെറ്റ്വർക്ക്സ് എല്ലാം യൂസ് ചെയ്യും. അപ്പൊ ആ നെറ്റ്വർക്ക്സ് എല്ലാം അവിടുത്തെ എംപ്ലോയീസിന് മാത്രമായിരിക്കും എന്തുണ്ടാവുക ആക്സസ് ഉണ്ടാവുക അങ്ങനെ. അപ്പോൾ ഇപ്പൊ ഒരു IT കമ്പനി ആവുന്ന സമയത്ത് ഒരുപാട് വേൾഡ് വൈഡ് കണക്ഷൻ ഉണ്ടാവും. ഇപ്പൊ ഓരോ രാജ്യത്തും ഒരു പക്ഷേ ഓരോ കമ്പനീസ് എല്ലാം അതിന്റെ ബ്രാഞ്ചസ് എല്ലാം ഉണ്ടാവും. ഇപ്പൊ ലൈക്ക് സാധാരണ ഇപ്പം എന്താ പറയാ നമ്മളിപ്പം എന്താ പറയാ സാധാരണ ഒരു ടൈമിംഗ് ഉണ്ട് നമുക്ക് കമ്പനിയുടെ. ആ ടൈമിങ്ങിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ലോഗിൻ ചെയ്യുന്നു. പിന്നെ ഒരു ടൈം ആവുന്ന സമയത്ത് ലോഗ് ഔട്ട് അടിച്ച് നമ്മൾ പോകുന്നു. പിന്നെ നമ്മൾ ഒരിക്കലും കമ്പനിയുടെ നെറ്റ്വർക്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ലൈക്ക് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഒരു രാത്രി 3 മണിക്കോ അല്ലെങ്കിൽ അങ്ങാണ്ട സമയത്ത് എന്ത് ചെയ്യുന്നത് ഓഫീസിന്റെ നെറ്റ്വർക്ക് നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുന്നില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് യൂസർ ലോഗിൻ ചെയ്തിട്ട് എത്രയോ വലിയ സംഭവം 10 GB കണക്കിനൊക്കെ ഡാറ്റ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യുന്നത് അതെന്താണ് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സംഭവമാണ്. അത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം നടക്കും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അത് പെട്ടെന്നുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കപ്പെടും. കമ്പനീന്റെ മെയിൻ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കും അങ്ങനെ. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു സൈബർ സെക്യൂരിറ്റിന്റെ കേസിൽ എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്. നെറ്റ്വർക്ക്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് നമ്മുടെ ഒരുപാട് ഡാറ്റകളെല്ലാം എടുക്കുന്നത് മീൻസ് നോർമലി എടുക്കുന്ന ആ ഒരു അളവിൽ കൂടുതൽ എന്ത് ചെയ്യുന്നു ഒരു അസമയത്തോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നോർമൽ ടൈമിംഗ് അല്ലാത്ത ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടും. അപ്പോൾ ഇതാണ് അനോമലി ബേസ്ഡ് ഡിറ്റക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇനി റൂൾ ബേസ്ഡ് IDSും അനോമലി ബേസ്ഡ് IDSന്റെ ഒരു ഡിഫറൻസസ് പറയാം. അതായത് ഇപ്പം മനസ്സിലായിട്ടാണ് റൂൾ ബേസ്ഡ് ഓൾറെഡി നോൺ ആയിട്ടുള്ള അറ്റാക്സ് അല്ലെ. ഈ ഒരു ടൈപ്പ് ഓഫ് അറ്റാക്സ് നമുക്ക് അറിയാം, പ്രതീക്ഷിച്ചിട്ടുള്ള അറ്റാക്സ് ആണ് നമുക്ക് അല്ലെ. അപ്പം എന്ത് ചെയ്യുന്നത് അപ്പോൾ അത് നോൺ അറ്റാക്സിനാണ് ഡിറ്റക്ട് ചെയ്യുന്നത് ആര് റൂൾ ബേസ്ഡ് IDS. പക്ഷെ അനോമലി ബേസ്ഡ് IDS പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺനോൺ ആയിട്ടുള്ള അറ്റാക്സ് മാത്രമാണ് അത് ഡിറ്റക്ട് ചെയ്യുന്നത് അല്ലെ. അതായത് നമുക്ക് അറിയില്ല. ഇപ്പം ലൈക്ക് ഇപ്പൊ ഞാൻ ആ കമ്പനീന്റെ കേസ് പറഞ്ഞില്ലേ, ആ കമ്പനീന്റെ കേസിൽ ഒരു എംപ്ലോയി മാത്രമാവണമെന്നില്ല. ഇല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിൽ വേറെ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്ത് പരിചയമില്ലാത്തൊരു എംപ്ലോയിയോ അല്ലെ എങ്ങനെയെങ്കിലും അത് പാസ്വേഡ് ഒക്കെ ലീക്ക് ചെയ്ത് നമ്മൾ കയറുന്നു. അപ്പൊ അതെന്താണ് നമുക്കൊരിക്കലും അൺനോൺ ആണ്. അങ്ങനെ ഒരാൾ കയറുന്നോ ഈ ഇന്ന സമയത്ത് ഇത്രയും ഡാറ്റ എടുക്കുന്നു അല്ലെങ്കിൽ ഇത്ര ഇങ്ങനെ എന്തെങ്കിലും മാൽവെയറുകളൊക്കെ സംഭവിക്കപ്പെടാന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയില്ല. സോ അനോമലി ബേസ്ഡ് IDS എന്ന് പറയുമ്പോൾ എപ്പോഴും അൺനോൺ അറ്റാക്സ് ആണ്. നമുക്ക് ഒരിക്കലും നോൺ ആയിട്ടുള്ള ഒരു അറ്റാക്സ് അല്ല. നമ്മൾ ഒരിക്കലും പ്രീ ഡിഫൈൻഡ് ചെയ്ത് വെച്ചിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അതെല്ലാം നമുക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന സഡൻലി സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. സോ അപ്പൊ അനോമലി ബേസ്ഡ് IDS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൺനോൺ അറ്റാക്സിനെ മാത്രമാണ് അത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇനി മെത്തേഡ് നോക്കുകയാണെങ്കിൽ റൂൾ ബേസ്ഡ് IDSൽ അത് എങ്ങനെയാണ് അത് ഡിറ്റക്ട് ചെയ്യുന്ന മെത്തേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ മാച്ചസ് പാറ്റേൺസ് ഓർ സിഗ്നേച്ചർ. അതായത് ഓൾറെഡി നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള പാറ്റേൺസോ സിഗ്നേച്ചേഴ്സോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് മാച്ച് ചെയ്യും അല്ലെ. ഇപ്പൊ
ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു വൈറസിന്റെ കാര്യങ്ങളെല്ലാം. സോ അങ്ങനെ നമ്മൾ ഓൾറെഡി കുറച്ച് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ വൈറസിന്റെ പാറ്റേൺസ് നമ്മൾ ഓൾറെഡി പ്രീഡെഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു വൈറസ് കടന്നു വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ പാറ്റേൺ ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കാം. അങ്ങനെ മാച്ച് ആവുന്ന സമയത്ത് എന്താണ് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് വൈറസസോ അല്ലെങ്കിൽ അറ്റാക്സോ അല്ലെങ്കിൽ മാൽവേരിയസോ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. സോ ആ പ്രതീക്ഷിച്ചത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രതീക്ഷിച്ചതാണെന്ന് എങ്ങനെ മനസ്സിലാവുക, നമ്മൾ ഓൾറെഡി പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇത് ഓൾറെഡി ഉള്ളതാണ്. അപ്പൊ അത് കണ്ടെത്തുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാച്ചസ് പാറ്റേൺസ് അല്ലെങ്കിൽ സിഗ്നേച്ചേഴ്സ് വെച്ചിട്ട് അത് മാച്ച് ചെയ്ത് നോക്കുന്നു. ഓക്കെ, ആ റൂളിനായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ ഈ അനോമലി ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഫൈൻസ് ഡീവിയേഷൻ ഫ്രം നോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് വരുന്ന ഡീവിയേഷൻസ്, വ്യതിയാനങ്ങളിൽ. അപ്പൊ അത് ആ വ്യതിയാനങ്ങൾ മാത്രമാണ് അപ്പൊ ആ വ്യതിയാനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും അത് മാച്ച് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് നമ്മൾ ഒരിക്കലും പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല, ഇല്ലെങ്കിൽ എന്താണ് ഓൾറെഡി നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല, അത് പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു ഡീവിയേഷൻ ആണ് എന്ത്, ഈ അനോമലി ബേസ്ഡ് ഐഡിയസ്. അപ്പൊ അത് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡീവിയേഷൻ നോർമലായിട്ട് പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതാണ് അനോമലി ബേസ്ഡ് ഐഡിയസ് ഡിറ്റക്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അനലോഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് എന്താ പറയാ, ഒരു എക്സാമ്പിൾ പോലെയൊക്കെ സ്പാം ഫിൽട്ടർ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല നേരത്തെ സ്പാം ഫിൽട്ടർ എങ്ങനെയാന്നുള്ളത്. അതെന്താണ്, ഒരു റൂൾ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഓൾറെഡി പ്രീഡിഫൈൻ ചെയ്തിട്ടുള്ള കുറച്ച് കീവേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്പാം ഫിൽട്ടർ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓൾറെഡി നമ്മളിപ്പോ കുറച്ച് കീ ടേംസ് എല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പൊ നമുക്ക് വരുന്ന മെയിലെല്ലാം ആ ഒരു ആ കീവേഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അവരെ സ്പാം ഫോൾഡറിലോട്ട് കടത്തും. അപ്പൊ അങ്ങനെ. ഇനി മറ്റേതാണ് എന്താണ്